വ്യക്തമായി അതിന്റെ കാരണം പറഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് പല കഥകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഐ വിൽ മേക്ക് ഇറ്റ് ക്ലിയർ. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? അതായത് ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ്, ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും, അതായത് മോശം എന്ന് പറയുമ്പോൾ എന്തൊരു ശല്യമായിരുന്നു. തൊടലും പിടിക്കലും വർത്തമാനം പറയാൻ വരലും ഒടുവിൽ ഇറങ്ങിപ്പോന്നു. എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി വരാം, ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം, വെടിവെച്ച് കൊല്ലണപ്പതിനെ. അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട്. നടൻ ഷൈൻ ടോം ചാക്കോയാണ് തന്നോട് ഇത്തരത്തിൽ അപമര്യാദയായിട്ട് പെരുമാറിയെന്നുള്ളത് വിൻസി തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. വേറൊരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ, വെൻ ഐ എം ഒരു ഷോട്ടിൻ്റെ ഇടയിൽ, ഷോട്ടിന്നല്ല, ഒരു നമ്മൾ സീൻ പ്രാക്ടീസിങ്ങിന്റെ ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ onto the table. സോ ഭയങ്കര എവിഡന്റ് ആണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്, സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. നീ കാരണം ഈ പെങ്കൊച്ചിന്റെ മുമ്പിൽ എന്റെ ഇമേജ് കംപ്ലീറ്റ് പോയില്ലേ. ഇനി ഒരു നിമിഷം കൂടെ കണ്ടു ഒരു പിശാച്. പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാതിരിക്കുക, അതിന്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട്. 100% ഞാൻ യോജിക്കുന്നു. ഇത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമില്ല. സോ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ എടുക്കുന്ന തീരുമാനമാണത്. ഇനി പോസ്റ്റുകളുടെ ഒക്കെ കമന്റ് സെക്ഷനിലോട്ട് വരാം. മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറുമ്പോഴാണല്ലോ ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെ വരുന്നവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻഡയറക്റ്റ് സപ്പോർട്ടാണ് എനിക്ക് ആ കമന്റ് ബോക്സിൽ കാണാൻ പറ്റുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥ. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. അവരെ പോലെയുള്ളവർക്ക് സിനിമകളുണ്ട്, ഇപ്പോഴും അവരെ വെച്ച് സിനിമ ചെയ്യാൻ ആൾക്കാരുണ്ട്. Why that's happening?